ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഉത്തരം നൽകാത്ത ഈ ഒരു ചോദ്യത്തിന് വായനക്കാരും കേൾവിക്കാരും ഉത്തരം കണ്ടെത്താൻ വേണ്ടി തുറന്നിട്ടുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷം അവസാനിക്കുന്നത്. കാറ്റും കടലും പോലും അനുസരിക്കുന്ന ഇവൻ ആരാണ്? അതിനുള്ള ഉത്തരം കണ്ടെത്താൻ ഒരു യഹൂദൻ ഈ അത്ഭുതത്തെ നോക്കിക്കാണുന്നത് പോലെ കാണണം. ഒരു യഹൂദൻ ഈ അത്ഭുതത്തെപ്പറ്റി കേട്ടപ്പോൾ 2 വചനഭാഗങ്ങൾ അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞിട്ടുണ്ടാകും. ഒന്ന് സങ്കീർത്തനം 107 അധ്യായവും ജോബിൻ്റെ പുസ്തകം 38 അധ്യായവും. അതായത് ഇന്നത്തെ ഒന്നാമത്തെ വായനയും സങ്കീർത്തനവും. സങ്കീർത്തനം 107 യേശുവിൻ്റെ ഈ അത്ഭുതവും തമ്മിൽ ഏറെ സാമ്യതകളുണ്ട്. ഒന്നാമതായി, കപ്പൽ വ്യാപാരത്തിന് പുറപ്പെടുന്ന നാവികർ. ഒരുപക്ഷെ അവർ മീൻപിടുത്തക്കാരായിരിക്കും. അതിന് സമാനമായി യേശുവിനോടൊപ്പം വള്ളത്തിൽ മീൻപിടുത്തക്കാരായ ശിഷ്യന്മാരാണ്. രണ്ടാമതായി, സമുദ്രത്തിൽ തിരമാലകൾ ഉയർന്നു. ശിഷ്യന്മാർ സഞ്ചരിച്ച വള്ളവും തിരമാലകളിൽ പെടുന്നു. മൂന്നാമതായി, അപകടത്തിൽ അവരുടെ ധൈര്യം ചോർന്നുപോയി. ശിഷ്യന്മാരുടെ ധൈര്യം ചോർന്നുപോയി ഭയന്ന് വിറച്ചുവെന്ന് മർക്കോസ് സാക്ഷ്യം നൽകുന്നു. നാലാമതായി, ദൈവമായ കർത്താവിനോട് അവർ നിലവിളിച്ചു. ശിഷ്യന്മാർ യേശുവിനോട് നിലവിളിച്ചു. അഞ്ചാമതായി, കർത്താവ് സമുദ്രം ശാന്തമാക്കുന്നു, ശാന്തത കൈവരുന്നു. സുവിശേഷത്തിൽ യേശു കടലിനെ ശാന്തമാക്കുന്നു, പ്രശാന്തത ഉണ്ടാകുന്നു. ഇവിടെ വെളിപ്പെടുന്നത് പഴയ നിയമത്തിൽ ദൈവമായ കർത്താവ് ചെയ്ത അതേ കാര്യങ്ങൾ യേശുവും ചെയ്യുന്നു എന്നതാണ്. ഇനി ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ജോബിന്റെ പുസ്തകത്തിൽ ജോബിനോടുള്ള വാഗ്വാദത്തിൽ ദൈവം വെളിപ്പെടുത്തുന്നത് താനാണ് സമുദ്രത്തിന്റെ തിരമാലകളെ നിശ്ചയിക്കുന്നതും തടഞ്ഞു നിർത്തുന്നതും കാറ്റിനെ നിയന്ത്രിക്കുന്നതും എന്നാണ്. ഇവ രണ്ടും, ഒന്നാം വായനയും സങ്കീർത്തനവും അപ്പോൾ ചേർത്ത് വായിക്കുമ്പോൾ സുവിശേഷത്തിലെ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നു. ഇവൻ സാക്ഷാൽ ദൈവമാണ്. ദൈവത്തിലെ രണ്ടാമത്തെ വ്യക്തി മനുഷ്യനായി അവതരിച്ചവനാണ് യേശുവെന്ന്. അതായത് യേശുവിൻ്റെ ദൈവീകത്വം വെളിപ്പെടുത്തുന്ന വലിയ അത്ഭുതമാണ് ഇത്. പലപ്പോഴും ഉയർന്ന ഒരു ചോദ്യം യേശു ദൈവമാണോ എന്നതാണ്. ബൈബിളിൽ ഒരിടത്തും അവൻ ദൈവമാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് യേശു ദൈവമല്ല എന്ന് വാദിക്കുന്നവർക്കുള്ള ചുട്ട മറുപടിയാണ് ഈ സംഭവം. ചരിത്രത്തിലുണ്ടായ ആര്യൻ പാഷണ്ഡത യേശുവിലെ ദൈവികത നിഷേധിക്കുന്നതായിരുന്നു. അങ്ങനെ വാദിച്ചത് അലക്സാണ്ട്രിയയിലെ ആര്യൂസ് എന്ന പുരോഹിതനായിരുന്നു. അദ്ദേഹം പറഞ്ഞത് യേശു ഒരു സൃഷ്ടിയാണ്, അവൻ ഇല്ലായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ ദൈവമല്ല എന്നാണ്. എന്നാൽ ത്രിയേക ദൈവത്തിലെ രണ്ടാമത്തെ വ്യക്തിയായ മനുഷ്യൻ ആദ്യം മുതൽ ദൈവപിതാവിനോടൊപ്പം ഉണ്ടായിരുന്നു. അത് യോഹന്നാന്റെ സുവിശേഷം പഠിപ്പിക്കുന്നത് പോലെ വചനമായിട്ടായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. കാലത്തിന്റെ തികവിൽ ആ വചനം മാംസം ധരിച്ചവനാണ് ക്രിസ്തു. അതുകൊണ്ട് മനുഷ്യനായതോടുകൂടി അവന്റെ ദൈവീകതയ്ക്ക് കോട്ടം തട്ടിയിട്ടില്ല എന്ന് വെളിപ്പെടുത്തുന്നതാണ് ഈ അത്ഭുതം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ യേശു ദൈവമാണ് എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പോടെ പറയണം, അവൻ പറയുന്നതിനേക്കാൾ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് എന്ന്. പറയാൻ ആർക്കും എളുപ്പമാണ്, എന്നാൽ ചെയ്തു കാണിക്കുമ്പോൾ അത് അവഗണിക്കാൻ പറ്റാത്ത വലിയ സാക്ഷ്യമാകുന്നു. അതുകൊണ്ട് കാറ്റും കടലും പോലും അനുസരിക്കുന്ന ഇവൻ ആരെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇവൻ ദൈവമാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇവൻ ദൈവമാണ് എന്ന ഉത്തരം നമ്മുടെ അനുദിന ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നത് കൂടിയാണ്. വിശുദ്ധ അഗസ്റ്റിൻ ഈ വചനത്തെ അടിസ്ഥാനമാക്കി പഠിപ്പിക്കുന്നത് ഈ ലോകത്തിലെ കൊടുങ്കാറ്റുകളും തിരമാലകളും ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ വിശ്വാസം ഉറങ്ങാൻ അനുവദിക്കരുത് എന്നാണ്. മരണത്തിന്മേൽ അധികാരമുണ്ടായിരുന്ന കർത്താവായ ക്രിസ്തുവിന് ഉറക്കത്തിന്മേൽ അധികാരമില്ലായിരുന്നുവെന്ന് കരുതരുത്. അതുകൊണ്ട് വള്ളത്തിലുറങ്ങുന്ന ക്രിസ്തുവും ശിഷ്യന്മാരുടെ ഭയവും വിശ്വാസമില്ലായ്മയും ചിന്തോദ്ദീപകമാണ്. അതിനുദാഹരണമായി അദ്ദേഹം നൽകുന്നത് മറ്റുള്ളവരിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ അഥവാ അപമാനം പുറത്തുനിന്ന് നമ്മെ അടിക്കുന്ന കാറ്റുപോലെയാണ്. അപ്പോൾ നമുക്ക് ദേഷ്യം വരുന്നു, കോപാകുലരാകുന്നു. അത് തിരമാല പോലെയാണ്. മറ്റൊരാളുടെ പാപവും അതിനോടുള്ള നമ്മുടെ പാപകരമായ പ്രതികരണവും നിമിത്തം ഒരു വലിയ കൊടുങ്കാറ്റ് പൊട്ടിപ്പുറപ്പെടുന്നു. കാറ്റും തിരമാലകളും തകർക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയം അപകടത്തിലാകുന്നു. കാരണം നമ്മുടെ ഹൃദയം വള്ളം പോലെയാണ്. അത് അപകടത്തിലായതിൻ്റെ കാരണം, അത് ഭയപ്പെടുന്നതിൻ്റെ കാരണം, നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം അരാജകത്വത്തിലാണെന്ന് കാണുമ്പോൾ നമുക്ക് വിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങുന്നതിൻ്റെ കാരണം ക്രിസ്തു നമ്മിൽ ഉറങ്ങുന്നത് കൊണ്ടാണ്. അതിനാൽ ക്രിസ്തു നമ്മിൽ ഉണർന്നിരിക്കട്ടെ. ഇതിലൂടെ ആത്മീയ ദൈവശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം
അതായത് ഓർമ്മയുടെ കാര്യം അഗസ്റ്റിൻ പഠിപ്പിക്കുകയാണ്. ക്രിസ്തുവിനെക്കുറിച്ച് ചിന്തിക്കുക. നാം പാപം ചെയ്യാനും വിശ്വാസം നഷ്ടപ്പെടാനുമുള്ള ഒരു കാരണം നാം ദുരുദ്ദേശമുള്ളവരായതുകൊണ്ടല്ല, മറിച്ച് നമ്മൾ മറക്കുന്നതുകൊണ്ടാണ്. ദൈവം ആരാണെന്ന് നാം മറക്കുന്നു. ക്രിസ്തു ആരാണെന്ന് നാം മറക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് നാം മറക്കുന്നു. നാം എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണെന്ന് നാം മറക്കുന്നു. ഉദാശകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ശക്തിയെക്കുറിച്ച് നാം മറക്കുന്നു. പഴയ നിയമത്തിൽ ഇസ്രായേലിനെ പറ്റി പറയുന്നത് പോലെ അവർ കർത്താവിനെ മറന്നു, അവർ പാപം ചെയ്തു. നമ്മുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തുവിൻ്റെ ജീവിതത്തെ പതിവായി ധ്യാനിക്കുക. മാത്രമല്ല, ദിവസം മുഴുവനും അവനെ ഓർക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശീലം പരിശീലിക്കുക. ദൈവിക ചിന്ത ദിവസം മുഴുവനും നിലനിർത്തുക. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അവൻ്റെ നിയന്ത്രണത്തിലാണെന്ന് ഓർക്കുക. നമ്മുടെ സ്വർഗീയ മാതൃരാജ്യത്തിലേക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ കപ്പൽ നയിക്കുന്നത് അവനാണെന്ന് ഓർക്കുക. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.